ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഫാദർ സ്കറിയ മങ്ങരയിൽ ഇപ്പോൾ താമരശ്ശേരി രൂപതയിലെ വേനപ്പാറ ഹോളി ഫാമിലി ഇടവകയുടെ വികാരിയച്ഛനായിട്ട് കഴിഞ്ഞ 2 വർഷമായി ശുശ്രൂഷ ചെയ്യുന്നു. കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയുടെ ഭാഗമായിട്ടുള്ള വേനപ്പാറ ഇടവകയിൽ വേനപ്പാറ പ്രദേശത്ത് 1950കളുടെ ആരംഭത്തിൽ ഇടവകയായി മാറുകയും ബഹുമാനപ്പെട്ട മന്ദനാരി അച്ഛനാണ് ആദ്യമായിട്ട് ഇവിടെ വിശുദ്ധ ബലി അർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. തുടർന്ന് CMI സഭയിലെ ബഹുമാനപ്പെട്ട ആൻ്റോണിയൂസ് അച്ഛൻ ദീർഘകാലം ഇടവകയുടെ വികാരിയായി സേവനം ചെയ്ത് വേനപ്പാറ ഇടവകയുടെയും ഈ നാടിൻ്റെയും സർവ്വതോന്മുഖമായ വളർച്ചയെ അച്ഛൻ ദൈവാനുഗ്രഹത്താൽ പടുത്തുയർത്തുകയുണ്ടായി. 75 വർഷത്തോളം ആയ ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം കുടിയേറ്റ കർഷകർ മാത്രമുള്ള ഇടവകയും പുതിയ തലമുറകളിൽ വിദ്യാസമ്പന്നരായിട്ടുള്ള ഉദ്യോഗസ്ഥരും സ്വദേശത്തും വിദേശത്തുമായി സേവനം ചെയ്യുന്ന 325ഓളം ഭവനങ്ങളിൽ ഏകദേശം 1500ഓളം അംഗങ്ങളാണ് ഉള്ളത്. ആത്മീയമായി വലിയൊരു അടിത്തറയിൽ വളർന്നു വരുവാനായിട്ട് സാധിച്ചിട്ടുള്ള ഇടവകാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ട് അവർ കാണുന്നതും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതും സുവിശേഷാത്മകമായ ജീവിതമാണ്. ക്രൈസ്തവ വിശ്വാസത്തിന് വലിയ സാക്ഷ്യം വഹിക്കുന്ന വ്യക്തികളും കുടുംബങ്ങളുമാണ് ഈ ഇടവകയുടെ ഏറ്റവും വലിയ സമ്പത്ത്. ആത്മീയമായ ഉണർവ് ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമർഹിക്കുന്നതാണ് എന്ന തിരിച്ചറിവും വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള വലിയ ബോധ്യവും അവരെ ഈശോയെ കൂടുതൽ അടുത്ത് അനുഗമിക്കുവാനായിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വർഷാവർഷങ്ങളിലെ ധ്യാനങ്ങളിലും അനുദിന ജീവിതത്തിലെ വിശുദ്ധ ബലിയിലും വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ അവർ പങ്കെടുക്കുകയും ദൈവത്തിന് മുമ്പിൽ എന്നും കൃതജ്ഞതയോടെ നന്ദിയോടെ വ്യാപരിക്കുവാനായിട്ട് തീക്ഷ്ണമായി ആഗ്രഹിക്കുകയും ചെയ്ത് പുതിയ തലമുറയിലേക്ക് വിശ്വാസത്തിൻ്റെ വലിയ പൈതൃകം കൈമാറുവാൻ ഈ ഇടവകയിലെ ഓരോ മാതാപിതാക്കളും ഓരോ അംഗങ്ങളും അക്ഷീണം പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹവും ദൈവത്തിന് മുമ്പിൽ കൃതജ്ഞതയോടെ നന്ദിയോടെ ഏറ്റുപറയുകയും ചെയ്യേണ്ട കാര്യമാണ്. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ് പോപ്പുലർ മിഷൻ ധ്യാനം. നമുക്കതിൽ പങ്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി വരും വർഷങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആത്മീയ ഊർജം അതുവഴി നിങ്ങൾക്ക് ദൈവം പ്രത്യേകമായിട്ട് നൽകിയെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളത് ലഭിച്ചു. നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചു. കൂടുതൽ സന്തോഷത്തോടുകൂടി ആയിരിക്കുകയാണ്. നമുക്ക് പ്രിയപ്പെട്ട വൈദികരോടുള്ള കൃതജ്ഞത നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. വിശുദ്ധ വിൻസെൻ്റ് ഡി പോൾ പാരീസിൽ ആരംഭിച്ചതാണ് പോപ്പുലർ മിഷൻ ധ്യാനം. അത് അസ്തമിച്ചു പോകരുതെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ വിൻസെൻഷ്യൻ സമർപ്പിത സമൂഹത്തിന് ഈ കേരളത്തിൽ രൂപം നൽകി അതിലൂടെ തുടരുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ വിൻസെൻ്റ് ഡി പോൾ പാരീസിലെ പ്രാന്തപ്രദേശങ്ങളിൽ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ ദൈവജനത്തിന് വചനം കിട്ടാത്തത് കൊണ്ട് ഇടയനില്ലാത്ത ആടുകളെ പോലെ അവർ പരിഭ്രാന്തരാണെന്ന്. അതുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ളത് വചനം നൽകുക. വചനം ഗ്രഹിക്കുവാനുള്ള ആത്മീയമായൊരു കരുത്ത് അവർക്കുണ്ടായിരുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ ഖരഭക്ഷണം നൽകുന്നില്ല, ഇളം പാലാണ് നിങ്ങൾക്ക് നൽകുന്നത്. കാരണം നിങ്ങൾ കുട്ടികളെ പോലെയാണ്. നിങ്ങളുടെ മനസ്സ് ഗൗരവമായ കാര്യങ്ങൾ ഗ്രഹിക്കാൻ നിങ്ങൾക്ക് കഴിവില്ല. അങ്ങനെ അത് വിശുദ്ധ വിൻസെൻ്റ് ഡി പോളിന് മനസ്സിലായതുകൊണ്ട് വളരെ ലളിതമായ രൂപത്തിലും ഭാവത്തിലും പോപ്പുലർ മിഷൻ ധ്യാനം അദ്ദേഹം ആരംഭിച്ചു. പിന്നീട് ആ ധ്യാനം വളരെ
പോപ്പുലറായി എന്നുള്ളതാണ് അതിലേറ്റവും വലിയ അനുഗ്രഹം നമുക്ക് തോന്നുന്നത്. അദ്ദേഹം ഒരു പോപ്പുലർ മിഷൻ ധ്യാനം ആ രീതിയിൽ ആളുകൾക്ക് വലിയ മാനസാന്തരം, പട്ടിണിയുടെയും വേദനയുടെയും യുദ്ധങ്ങളുടെയും എല്ലാം നടുവിലായിരുന്നു ഫ്രാൻസ് ആ കാലഘട്ടത്തിൽ. അതുകൊണ്ട് ഏറ്റവും വലിയ നഗരമായ പാരീസ് തീർച്ചയായിട്ടും യുദ്ധമുണ്ടാകുമ്പോൾ അധാർമിക പ്രവർത്തനങ്ങളും അതിനോട് ചേർന്ന് ഉള്ളതാണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളിൽ ചൂഷിതരാകുന്ന ഒരു വിഭാഗമുണ്ട്, അത് പാവപ്പെട്ടവരാണ്. അങ്ങനെ ചൂഷിതരായ വിഭാഗം അവർക്ക് സ്നേഹത്തിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് സാധിച്ചു. പിന്നീട് അദ്ദേഹം ആരംഭിച്ച സന്യാസ സമൂഹം, അതിൻ്റെ പ്രവർത്തനങ്ങൾ യൂറോപ്പിൽ ഈ പോപ്പുലർ മിഷൻ ധ്യാനവും ഇതിൻ്റെ സംവിധാനങ്ങളും പതുക്കെ അസ്തമിച്ചു പോയി. കാരണം അവിടുത്തെ സാഹചര്യങ്ങളെല്ലാം ഒരു വ്യവസായവൽക്കരണം, സാമ്പത്തികമായിട്ടുള്ള പുരോഗതി, അതിലൊക്കെ ഇതിൻ്റെ പ്രസക്തി നശിച്ചു പോയപ്പോൾ നമുക്കത് നശിക്കരുതെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ വിൻസെൻഷ്യൻ സമർപ്പിത സമൂഹത്തെ കേരളത്തിൽ ദൈവം ആരംഭിക്കുകയാണ്. വളരെ കുറഞ്ഞ കാലമേ ഈ സമൂഹം ആരംഭിച്ചിട്ടുള്ളൂ എങ്കിലും നമുക്കെന്തൊരു വലിയ അത്ഭുതങ്ങളുടെ നേർക്കാഴ്ചയാണ് ഈ സമർപ്പിത സമൂഹം, വിൻസെൻഷ്യൻ സമർപ്പിത സമൂഹം നമുക്ക് നൽകുന്നത്. ദൈവത്തിന് നമുക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയാം. കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനം അത് നമുക്ക് ആരംഭിച്ചിട്ട് 50 വർഷം. എന്തെന്ത് സംഭാവനകളാണ് നമ്മുടെ ആത്മീയ മേഖലകളിൽ കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനം കൊണ്ടുവന്നത്. ആ നവീകരണ പ്രസ്ഥാനം ആളുകളിലേക്ക് എത്തിച്ചത് വിൻസെൻഷ്യൻ സമർപ്പിത സമൂഹമാണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. അവർ ആരംഭ കാലഘട്ടത്തിൽ കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനം ഏറ്റെടുക്കുന്നതിന് വൈദികരും മെത്രാന്മാരും ഒന്നും തയ്യാറായിരുന്നില്ല. കാരണം അതിനൊരു പെന്തക്കോസ്ത പ്രാർത്ഥന രീതികളോട് സാമ്യമുള്ളതുകൊണ്ട് അത് സ്വീകരിക്കുന്നതിന് നാം തയ്യാറായില്ല. പക്ഷെ ദൈവമാണല്ലോ ഇതെല്ലാം നൽകുന്ന, ആത്മാവിൻ്റെ പ്രചോദനമല്ലേ. ഒരു വത്തിക്കാൻ കൗൺസിൽ കഴിഞ്ഞപ്പോൾ ഒരു പുതിയ കാറ്റ്, അത് ആത്മാവിൻ്റെ പുതിയ കാറ്റ് കടന്നു വരുമ്പോൾ ഇത്തരം പ്രാർത്ഥനാ രീതികൾ കൂടി നമുക്ക് ആവശ്യമാണെന്ന് നമുക്ക് പ്രത്യേകമായിട്ട് നമ്മെ പഠിപ്പിച്ചു. നമുക്കറിയാം, നിരീശ്വര പ്രസ്ഥാനങ്ങളൊക്കെ 70കളിൽ 80കളിൽ എല്ലാം നമ്മുടെ കത്തോലിക്ക സഭയിലെ അംഗങ്ങളെയും വളരെയധികം സ്വാധീനിച്ചു. ദൈവമില്ല എന്ന് പറയുന്ന നിരീശ്വര പ്രസ്ഥാനങ്ങൾ വിവിധ രൂപത്തിലും ഭാവത്തിലും കടന്നു വന്നപ്പോൾ നമുക്ക് വിശ്വാസത്തിൻ്റെ മേഖലകളിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ ദൈവം ഈ നവീകരണ പ്രസ്ഥാനം, കരിസ്മാറ്റിക് പ്രസ്ഥാനം നമ്മിലേക്ക് ദൈവം അയച്ചു തന്നു. കുർബാന കഴിഞ്ഞ്, പ്രസംഗം കഴിഞ്ഞാണ് ആളുകൾ പള്ളിയിൽ വന്നുകൊണ്ടിരുന്നത്. കുർബാന സ്വീകരിക്കുകയേയില്ല. കുർബാന സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ കുറേ പേര്, ഏറെ പ്രത്യേകിച്ച് പുരുഷന്മാരുടെ ഭാഗത്ത് നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു കാലം മുതിർന്ന തലമുറ നന്നായിട്ട് ഓർത്തിരിപ്പുന്നുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ നമുക്ക് അതെല്ലാം മാറ്റം വന്ന് ഇന്ന് എല്ലാവരും തന്നെ ആത്മീയമായിട്ട് നവീകരിക്കപ്പെട്ടു. നമുക്ക് എത്രയോ ശാന്തിയുടെ, സമാധാനത്തിൻ്റെ വലിയ ഒരു ആത്മീയ ഉണർവ് ഈ 50 വർഷത്തെ നവീകരണ പ്രസ്ഥാനം നമുക്ക് കൊണ്ടുവന്നു. ഈ നവീകരണ പ്രസ്ഥാനം ഓരോ കുടുംബത്തിലേക്കും ഓരോ വ്യക്തിയിലേക്കും എത്തിച്ചത് ഈ വിൻസെൻഷ്യൻ സമൂഹ അംഗങ്ങളാണ്. അത് നമുക്ക് അഭിമാനത്തോടെ പറയും. നമ്മുടെ രൂപതാംഗം കോടഞ്ചേരി ഇടവാംഗം നായിക്കമ്പറമ്പിലച്ഛൻ, അച്ഛൻ ഇതിൻ്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചു. അച്ഛനെ ദൈവം ഒരു ഉപകരണമാക്കി എല്ലാ പ്രദേശങ്ങളിലും കൺവെൻഷനുകൾ നടത്തിക്കൊണ്ട് ഈ നവീകരണ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തും. അതുപോലെ തന്നെ പനിക്കലച്ഛൻ ആ ഒരു ചൈതന്യം ശക്തിപ്പെടുത്തുകൊണ്ട് പോപ്പുലർ മിഷൻ ധ്യാനം എല്ലാ ഇടവകളിലേക്കും കൂടെ എത്തുമ്പോൾ തീർച്ചയായിട്ടും ആത്മീയ ഉണർവും കരുത്തും നമുക്ക് ലഭിക്കുകയാണ്. നമുക്ക് ഈ ദിവസങ്ങളിൽ ലഭിച്ച, ഒരാഴ്ചയായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ വലിയ ദൈവസ്നേഹത്തിൻ്റെ അടയാളം, പരിശുദ്ധാത്മാവിൻ്റെ അരൂപിയാൽ നിറഞ്ഞ നിമിഷങ്ങൾ, നമുക്ക് വലിയ ഭാഗ്യത്തിൻ്റെ നിമിഷങ്ങൾ. ദൈവത്തിന് പ്രത്യേകമായിട്ട് നമുക്ക് നന്ദി പറയാം. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏതൊരു ശ്രേഷ്ഠ ജനതയാണ് എന്ന് ഇസ്രായേലിൻ്റെ വലിയ ആത്മീയ അനുഭവമാണ്. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ ദൈവം കൂടെ നടന്ന വലിയ അനുഭവത്തെ കാച്ചിക്കുറുക്കി മനോഹരമായൊരു വചനം 4:7 നിയമാവർത്തനം പറയുകയാണ്. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ്
നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏതൊരു ശ്രേഷ്ഠ ജനതയാണുള്ളത്? അപ്പോൾ ദൈവത്തെ അടുത്ത് കാണാൻ ഇസ്രായേൽ ജനതയ്ക്ക് സാധിക്കുന്നത് പോലെ നമുക്ക് ഈ ധ്യാനത്തിൻ്റെ ദിവസങ്ങളിൽ ദൈവം ഇറങ്ങി വന്നത് അനുഭവങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ട ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ പ്രിയപ്പെട്ട വൈദികർ, അവരുടെ പ്രവർത്തന ശൈലി തന്നെ നമ്മൾ എന്തൊരു അനുഗ്രഹമാണ് നമുക്ക് കിട്ടിയത്. നമ്മുടെ വീടുകളിൽ എല്ലാ വീട്ടിലും അവർ വന്നല്ലോ. അത് എന്തൊരു വലിയ വലിയ അനുഗ്രഹമാണ്. നമുക്ക് 28,000 കുടുംബങ്ങളാണ് നമ്മുടെ രൂപതയിലുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഇടവകളിലെല്ലാം തന്നെ പോപ്പുലർ മിഷൻ ധ്യാനം ഏകദേശം ഒരു 20,000 കുടുംബങ്ങളിൽ, ഈ 40 ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ഇടവകളിലെല്ലാം തന്നെ പോപ്പുലർ മിഷൻ ധ്യാനം നടത്തി കഴിഞ്ഞു. നമ്മുടെ 20,000 കുടുംബങ്ങളിൽ ഈ പ്രിയപ്പെട്ട സഹോദരന്മാർ വൈദികർ കടന്നു ചെന്ന് സ്നേഹത്തിൻ്റെ സന്ദേശം എത്തിക്കുമ്പോൾ നമ്മുടെ ഈ ജൂബിലി വർഷത്തിൽ ദൈവം നമുക്ക് എന്തൊരു അനുഗ്രഹമാണ് നൽകിയത്. യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ, തേജസ്സേറും നിൻ മുഖമിൻ ഹൃദയത്തിനാനന്ദമേ. ആരാധിൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ, കർത്താവേ തേജസ്സേറും നിൻ മുഖമിൻ ഹൃദയത്തിനാനന്ദമേ. പ്രാർത്ഥനയോടെ കരങ്ങൾ കൂപ്പി തിരുവൽധാരയിലേക്ക് തള്ളിയിരിക്കുന്ന ദിവികാരുണ്യ ഈശോയെ നമുക്ക് നോക്കാം. ഈശോയെ, ഞങ്ങളോടൊപ്പമായിരുന്ന് ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്ന, ഞങ്ങളെ അനുഗ്രഹിക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് ഞങ്ങളെ നയിക്കുന്ന ഈശോയെ, അങ്ങേ ഞങ്ങളിതാ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. പ്രാർത്ഥനയോടെ ഗാനത്തോട് ചേരാം. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ഇരുകരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. കൈകൾ വീശിക്കൊണ്ട് യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ, തേജസ്സേറും നിൻ മുഖമിൻ ഹൃദയത്തിനാനന്ദമേ. ഈശോയേ ആരാധന. എല്ലാവരും പാടിക്കൊണ്ട് ഈശോയേ ആരാധന. ചേർന്ന് പാടിക്കേ. ഈശോയേ ആരാധന, ഈശോയേ ആരാധന. എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ വീശി. ഈശോയേ ആരാധന, ഈശോയേ ആരാധന, ഈശോയേ ആരാധന, ഈശോയേ ആരാധന. എല്ലാവരും ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ. എല്ലാവരും സ്തുതിച്ചേ. യേശുവേ ആരാധന, പരിശുദ്ധനെ ആരാധന, കൃപ നിറഞ്ഞവനെ ആരാധന, ഞങ്ങൾക്കായി മുറിയപ്പെട്ടവനെ ആരാധന, ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളോടൊപ്പമായിരിക്കുന്ന ദിവികാരുണ്യ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിച്ച് നമ്മുടെ ദൈവത്തെ
മഹത്വപ്പെടുത്തുന്ന സമയം എല്ലാവരും കരങ്ങൾ ഉയർത്തി കണ്ണുകൾ അടച്ച് അതരം തുറന്ന് ഹൃദയം തുറന്ന് ഈശോയെ സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ആരാധിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെ അനുഗ്രഹിക്കുന്ന സമയം. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ നല്ല ദൈവമേ. ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ഇരുകരങ്ങളും ഉയർത്തിയെന്ന് സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, പരിശുദ്ധനെ ആരാധന. ഇന്ന് ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു, അന്ന് ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആരാധിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ സമൃദ്ധമായി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ യാചന രൂപത്തിൽ തുറന്നു പിടിച്ച് പ്രിയമുള്ളവരെ, തിരുവൽത്താരിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യീശോയെ നോക്കി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഹൃദയത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കണം: ഈശോയെ, നീ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന മാത്രം, മറ്റൊന്നും നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന മറ്റൊരു കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഒറ്റ പ്രാർത്ഥന: പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ എന്നെ ശക്തിപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ. എല്ലാവരുടെയും അധരങ്ങളിൽ കം ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ എന്നെ ശക്തിപ്പെടുത്തണമേ. ആദിയിൽ ജലത്തിനും ഇത് ചലിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ ചൈതന്യം. ഉൽപ്പത്തിയുടെ 1:2. ജീവനില്ലാത്തവയ്ക്ക് ജീവൻ നൽകിയ ദൈവത്തിന്റെ ചൈതന്യം, ജീവനുള്ളവയ്ക്ക് പുതുജീവൻ നൽകുന്ന ദൈവത്തിന്റെ ചൈതന്യം. എസെക്കിയേൽ 37. അസ്ഥികളുടെ താഴ്വരയിൽ പുതുജീവൻ നൽകിയ ദൈവത്തിന്റെ ചൈതന്യം. മാമോദീസ വേളയില് ഈശോയുടെ മേൽ പറന്നിറങ്ങിയ സ്വർഗത്തിന്റെ ചൈതന്യം. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14, 16, 26 തിരുവചനങ്ങളുടെ അഭിഷേകം ഈ ദൈവജനത്തിന്റെ മേൽ സംഭവിക്കുന്ന സമയം. പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. ലൂക്ക 1:35 പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഈ ഒരാഴ്ചക്കാലം ഞങ്ങൾ കേട്ട ദൈവവചനങ്ങളുടെ അഭിഷേകത്താൽ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ബലപ്പെടുത്തണമേ. മാമോദീസായിലൂടെ ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ കൃപാവരദാനങ്ങളാൽ ഞങ്ങളുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവെ പുതുജീവൻ നൽകി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ജ്ഞാനം പകരണമേ, അറിവ് നൽകണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11:2 തിരുവചനങ്ങളുടെ അഭിഷേകം. ജ്ഞാനത്താല്, അറിവിനാല്, ബുദ്ധിയാല്, വിവേകത്താല് ഞങ്ങളെ നിറയ്ക്കണമേ. ഗലാത്യ 5:22-23 വചനങ്ങളുടെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാല് ഞങ്ങളുടെ ജീവിതങ്ങളെ ബലപ്പെടുത്തണമേ. അപ്പോസ്തല പ്രവർത്തനം 1:14 പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച സ്ലീഹന്മാരുടെ മേൽ പറന്നിറങ്ങിയ അപ്പോസ്തല പ്രവർത്തനം 2:1 മുതലുള്ള തിരുവചനങ്ങളുടെ അഭിഷേകത്താൽ പന്തക്കൊസ്തയിൽ തീനാവുകളുടെ രൂപത്തിൽ പറന്നിറങ്ങിയ പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളെ ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ അളവില്ലാതെ നിറയണമേ. ഇരുകരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അധികമായി
എല്ലാവരും ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. അളവില്ലാതെ അധികമായി പരിശുദ്ധാത്മാവ് എന്നിൽ നിറയണമേ, എന്നെ ബലപ്പെടുത്തണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ എന്നിൽ നിറയണമേ. പഠിക്കേ പരിശുദ്ധാത്മാവേ അധികമായി. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. ഇരുകരങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് ഒന്ന് നീട്ടിപ്പിടിച്ച് റോമാലേഖനം 8:26 നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നു. വീണ്ടും എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36 ഇതാ പരിശുദ്ധാത്മാവ് ഒരു പുതിയ ഹൃദയം നമ്മളെ നിക്ഷേപിക്കും. നമ്മുടെ ശിലാഹൃദയത്തെ എടുത്തു മാറ്റി ഒരു പുതിയ ഹൃദയം പരിശുദ്ധാത്മാവ് നമുക്ക് പകർന്നു നൽകുന്ന വലിയൊരു അഭിഷേകം. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നത്. ആത്മാവ് നമ്മളെ സത്യത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക്, സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും നയിക്കുകയാണ്. ക്രിസ്തുവിൽ നിന്ന് നമ്മൾ സ്വീകരിച്ച ദൈവത്തിന്റെ അഭിഷേകം നമ്മളിൽ നിലനിൽക്കുന്നു. അതിനാൽ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കും. ലൂക്ക 12:12 എന്തു പറയണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. ഇരുകരങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് നീട്ടിപ്പിടിച്ച് നെറ്റ് ചൊല്ലി പ്രാർത്ഥിച്ച് ദിവികാരുണ്യ ഈശോയേ, എല്ലാവരും ദിവികാരുണ്യ ഈശോയേ, വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ, ജ്ഞാനം പകരണമേ, അറിവ് നൽകണമേ, വിവേകം നൽകണമേ, വിശുദ്ധി നൽകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കണമേ, ജീവിതത്തെ വഴി നടത്തണമേ, ഭയം മാറ്റി, ആകുലത മാറ്റി, ധൈര്യം നൽകി, പ്രത്യാശ നൽകി. പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ ഉയർത്തി ഒരു 4 പേര് കേൾക്കുന്ന ശബ്ദത്തില് എല്ലാവരും സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അംഗീകാരാധന. ചേർന്ന് പാടിക്കേ. പരിശുദ്ധ പരമമാ എല്ലാവരും ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അംഗീകാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അംഗീകാരാധന. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് കുര്യാക്കോസ് ചാന്നംകുളം, വേനപ്പാറ ഇടവാംഗമാണ്. ഞാനിപ്പോൾ വേനപ്പാറ തിരുക്കുടുംബ ദേവാലയത്തിലെ പാരീഷ് സെക്രട്ടറിയാണ്. കൂടാതെ ഇപ്പോൾ കഴിഞ്ഞ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് നടത്തിപ്പിനായി രൂപീകൃതമായ കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ കൂടിയായിരുന്നു. കഴിഞ്ഞ 6 ദിവസമായി ബഹുമാനപ്പെട്ട ജിജോ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്ന ധ്യാനം, അച്ഛൻ്റെ നേതൃത്വത്തിൽ നടന്ന വൈദികരുടെ ദൈവവചന പ്രഘോഷണം വളരെ ലളിതമായ രീതിയിൽ നടത്തിയപ്പോൾ അത് ഞങ്ങൾക്ക് ഏറെ ഹൃദ്യവും അതിലുപരി അനുഗ്രഹദായകവുമായിരുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെയൊക്കെ ആത്മീയ ഉണർവിന് വളരെയേറെ ഉപകരിച്ചു എന്നുള്ളത് എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ വളരെയേറെ ആകർഷിച്ചത് ഒരു നല്ല കുമ്പസാരം എങ്ങനെ നടത്താൻ കഴിയുമെന്നുള്ള കാര്യത്തെ സംബന്ധിച്ചുള്ള പ്രഭാഷണമായിരുന്നു. അതിനാവശ്യമായ ഒരുക്കങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായി തന്നെ ബഹുമാനപ്പെട്ട വൈദ്യർ ഞങ്ങളോട് പറയുകയും അങ്ങനെ ഇടവയിലുള്ള മുഴുവൻ ആൾക്കാർക്കും നല്ലൊരു കുമ്പസാരം നടത്താൻ വഴിയൊരുക്കി എന്നുള്ളതും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. കൂടാതെ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കളും തമ്മിൽ പുലർത്തേണ്ട ദൃഢമായ ബന്ധത്തെ സംബന്ധിച്ചും വളരെ വിശദമായി തന്നെ അച്ഛൻ ഞങ്ങളോട് പ്രതിപാദിക്കുകയുണ്ടായി. നമ്മുടെ ഈ പോപ്പുലർ മിഷൻ ധ്യാനം നമ്മുടെ ഇടവയെ സംബന്ധിച്ചിടത്തോളം ആത്മീയം ഉണർത്താൻ ഉപകരിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
ഞാൻ ഷൈല ജോൺ, ഹോളി ഫാമിലി ചർച്ച് വേനപ്പാറ ഇടവകാംഗം. ഇവിടെ നടത്തിയ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ജോയിൻറ്റ് കൺവീനറാണ്. ദൈവത്തോട് കൂടുതൽ ചേർന്നിരിക്കാൻ ഈ ധ്യാനം ഞങ്ങളെ സഹായിച്ചു. നല്ലൊരു കുമ്പസാരത്തിലൂടെ പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും മോചിതരാകാൻ ഈ ധ്യാനം ഞങ്ങളെ സഹായിച്ചു. കുടുംബ ബന്ധങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടു. കുടുംബ പ്രാർത്ഥനയിലും വചനവായനയിലും കൂടുതൽ ആഴപ്പെടാൻ ഈ ധ്യാനം ഞങ്ങളെ സഹായിച്ചു. ഇടവകാജനം ഒന്നാകെ നവീകരിക്കപ്പെട്ടു. ഈ ധ്യാനം ഇവിടെ നടത്തിയ എല്ലാ പോപ്പുലർ മിഷൻ അച്ഛന്മാരെയും നന്ദിപൂർവ്വം സ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ധ്യാനം സംഘടിപ്പിച്ച സജി അച്ഛനും അമലച്ചനും പ്രത്യേകം നന്ദി.